A1 വാർത്താ ചാനലിലേക്ക് സ്വാഗതം. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 19 മുതൽ 24 വരെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയും വിവിധ കലാപരിപാടികളുടെയും സമുചിതമായി ആഘോഷിക്കുകയാണ്. 19 രാവിലെ 8 മണിക്ക് പ്രതിഷ്ഠാ ദിനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അട്ടോളി ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങളോടുകൂടി ആചരിച്ചു. വൈകുന്നേരം 5 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭൂതത്താൻ ഈശ്വരൻകാവ് പരിസരത്തു നിന്നും പുറപ്പെടും. 7 മണി മുതൽ പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യ, 20 വൈകുന്നേരം 7 മണിക്ക് അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര കൂടാതെ കൈകൊട്ടിക്കളി മത്സരവും അരങ്ങേറും. 21 രാത്രി 7 മണിക്ക് അരവഞ്ചാലിലെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രശസ്തരുടെ ഒത്തുകൂടൽ പ്രതിഭാ സംഗമം ഒപ്പരം സിനിമാ സംവിധായകൻ ശ്രീ മനോജ് ഖാന ഉദ്ഘാടനം നിർവഹിക്കും. ഭഗവതിക്കാവ് പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ കുപ്പാടകത്ത് അധ്യക്ഷതയും ഭഗവതിക്കാവ് സെക്രട്ടറി ശ്രീ പൂന്തോടൻ രമേശൻ സ്വാഗതവും ആശംസിക്കും. പ്രഗത്ഭരായ വ്യക്തികൾ ആശംസകൾ നേരും. ഭഗവതിക്കാവ് ജോയിന്റ് സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ കുടുക്കേൻ നന്ദിയും പ്രകാശിപ്പിക്കുന്നതാണ്. തുടർന്ന് മെഗാ പ്രോഗ്രാം രാഘലയം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത സമന്വയം. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് ക്ഷേത്രം ഭാരവാഹികൾ പ്രസിഡന്റും സെക്രട്ടറിയും A1 വാർത്താ ചാനലിന് വേണ്ടി അറിയിച്ചു. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം 2024 ഏപ്രിൽ 19 മുതൽ 24 വരെ വിവിധ ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി വിവിധ തെയ്യക്കോലങ്ങളോടുകൂടി അരങ്ങേറുകയാണ്. 2024 ഏപ്രിൽ 19 നാളെ പ്രതിഷ്ഠാദിനത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിന്റെ തന്നെ ഉപകാവായിട്ടുള്ള ഭൂതത്താറ ഈശ്വരൻകാവിൽ നിന്ന് ഫലധാന്യ സമൃദ്ധിയോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെടുകയും ഈ കാവ് പരിസരത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഏപ്രിൽ 20 വിവിധ പ്രദേശങ്ങളിലെ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാത്രി 7 മണിക്ക് കൈകൊട്ടി കളി മത്സരം നടക്കും. പ്രസ്തുത പരിപാടിയിൽ സമ്മാനാർഹരാകുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളും ഞങ്ങൾ സംഘാടക സമിതി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 21 വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം അരങ്ങേറും. ആ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നാടകകൃത്തും സിനിമാ സംവിധായകനും ദേശീയ അവാർഡ് ജേതാവൊക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരന നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ശ്രീ മനോജ് ഖാന സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനത്തിൽ ഒപ്പരം എന്ന ഒരു പരിപാടി കൂടിയുണ്ട്. നമ്മുടെ അരവഞ്ചാലിനെ ലോകത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ സംഘവുമാണ്. ആ സംഗമത്തിൽ മനോജ് ഖാന, മഞ്ജുളൻ, അംബുജാക്ഷൻ, ലിജു തോമസ്, ഉണ്ണി വെള്ളോറ, രമേശൻ പെരുന്തട്ട, അനീഷ് പൂന്തോടൻ, തമ്പാൻ അരവഞ്ചാൽ, അതുപോലെ തന്നെ മാസ്റ്റർ മൽഹാർ എന്നിവർ ഒന്നിച്ചു ചേരുന്ന ഒത്തുകൂടുന്ന പ്രതിഭാ സംഗമം, അത് ഒപ്പരം എന്ന പേരിലാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാവിനെ കാവാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഇടമൊരുക്കി തന്നിട്ടുള്ള മണ്ണൊരുക്കി തന്നിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികൾ, നമുക്ക് വഴികാട്ടി തന്നിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ സാംസ്കാരിക സമ്മേളനത്തിലുണ്ട്. അന്ന് തന്നെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ശ്രീ രമേശൻ പെരുന്തട്ടയുടെ രാഗലയം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഗാനമേള കൂടി, രാഗലയം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ സംഗീത പ്രതിഭകളുടെയൊക്കെ കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 22 SS ഓർക്കസ്ട്ര രാത്രി 8 മണിക്ക് SS ഓർക്കസ്ട്രയുടെ ഗാനമേള അരങ്ങേറും. അതോടൊപ്പം തന്നെ ഏപ്രിൽ 23 വിവിധ തെയ്യക്കോലങ്ങളുടെ തിടങ്ങലും അതുപോലെ തന്നെ തെയ്യപ്പുറപ്പാടും തോറ്റവും. അന്ന് തന്നെ കാഞ്ഞിരപ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന
വർണ്ണശബളമായ കാഴ്ച ഈ കാവങ്കണത്തിൽ എത്തിച്ചേരും. ഒപ്പം 23-ന് രാത്രി 7:30 അരവഞ്ചാൽ സെന്റ് ജോസഫ് സെന്റ് ഓർത്തഡോക്സ് പള്ളിയുടെ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണവും സ്നേഹജ്യോതി കൈമാറ്റവും നടക്കും. വിവിധ ദിവസങ്ങളിലായി ഇവിടെ 24 നടക്കുന്ന തെയ്യക്കോലങ്ങളിലേക്കും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളിലേക്കും പ്രിയപ്പെട്ടവരായ എല്ലാവരെയും സ്നേഹോഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിൽ ഒന്ന് നമ്മുടെ മാതൃസ്മൃതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, അത് 20-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. കൈകൊട്ടിക്കളിയും ഇതിൻ്റെ മുന്നിൽ തന്നെ തിരുവാതിരക്കളി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ നാടൻ കലാകാരന്മാർ ഇവിടെ അവതരിപ്പിക്കുന്ന പരിപാടി 19-ന് അതിൻ്റെ കൂടെ ആ പരിപാടി കൂടിയുണ്ട്. അത് രമേശൻ സെക്രട്ടറി പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ഉൾക്കൊള്ളിച്ച് ഇത്രയും കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ബാക്കി നിങ്ങളെ എല്ലാവരും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് നല്ലതായി ആവാൻ നിങ്ങളുടെ സഹകരണം കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ